എന്താടാ ബെയിൽ കിട്ടാത്തത്? ചേട്ടാ, പോലീസുകാർ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, ജഡ്ജി ബെയിൽ തരുന്നില്ല. എന്നെ ജയിലിൽ അടച്ചിട്ട് ആ DC സ്വസ്ഥമായിട്ട് ജീവിക്കുവോ? അവനെ ഞാൻ പറയുന്ന പോലെ ചെയ്യും. ഹലോ, നമസ്കാരം സാർ. സെൻട്രൽ ജയിലിൽ നിന്ന് വിനായകനെ സംസാരിക്കുന്നേ. സാർ അറസ്റ്റ് ചെയ്ത സമ്പത്ത് സാറിനെ ഫാമിലിയെ കടത്തിക്കൊണ്ടുപോകാനുള്ള പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഡാഡി വിളിക്കുന്നു. ഹലോ. മോളെ സ്കൂളിലേക്ക് അയക്കണ്ട, വീട്ടിലേക്ക് തിരിച്ചു പറയാം. എന്തു പറ്റി? ഞാൻ പറയുന്ന പോലെ ചെയ്യും. ശരി. ഹലോ, നീ എവിടെ ഉള്ളത്? കോഫി ഷോപ്പിലാ. അവനെവിടെ? ഇവിടെ തന്നെയുണ്ട്. ശരി, രണ്ടുപേരും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഞാൻ അങ്ങോട്ട് വരാം. ശരി ഏട്ടാ. ഞങ്ങൾ നിന്റെ ഫാമിലിയല്ല, നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാനാ വന്നത്. ഏട്ടൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വാ പോ. ഏയ്, ഇപ്പൊ കോഫി ഓർഡർ ചെയ്തല്ലേ ഉള്ളൂ, കുടിച്ചിട്ട് പോവാം. ഏട്ടൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. വാ, ഇറങ്ങ്. ശരി. എടാ, ഞാൻ ആരാന്നറിയാലോ? ഡെപ്യൂട്ടി കമ്മീഷണർ. ഇത് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞ ഒരുത്തം പോലും ജീവനോടുണ്ടാവില്ല. നിന്നെ കിഡ്നാപ്പ് ചെയ്തത് നിന്റെ ഡിപ്പാർട്ട്മെന്റ് അറിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ബീഹാറിലോ ചണ്ഡീഗഡിലോ എത്തിയിട്ടുണ്ടാവും. എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത്? ഞങ്ങൾക്ക് 10 കോടി രൂപ വേണം. എൻ്റെ അടുത്ത് അത്രയും പണമില്ല. നിന്റെ അടുത്ത് പണം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ശരി, എന്നെ വിട്ടേക്ക്. ഞാൻ വീട്ടിൽ പോയി പണം കൊണ്ടുവരാം. എന്താ പറഞ്ഞത്? നീ വീട്ടിൽ പോയി പണം എടുത്തോണ്ട് വരാന്നോ? ഞങ്ങളെന്താ വിഡ്ഢികളാന്ന് വിചാരിച്ചോടാ? സംസാരിക്കേ. ഹലോ, ഏട്ടൻ എവിടെയുള്ളത്? മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. അവൻ നിന്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. അവനൊന്ന് ഫോൺ കൊടുത്തേ. ഏട്ടനോ? സർ പറയൂ സർ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞോളൂ സർ. നേരെ മുകളിലേക്ക് പോ, എൻ്റെ ബെഡ്റൂമിലേക്ക്. സർ, ഞാൻ ബെഡ്റൂമിലെത്തി. റൈറ്റ് സൈഡിൽ ബാത്റൂമുണ്ട്. അതിലൊരു ടബുണ്ട്. ഉണ്ട് സർ. അതിലെ കോർണർ ടൈല് കണ്ടില്ല? അതിനകത്തൊരു ബാഗുണ്ട്, അതെടുത്തോണ്ട് പോകും. ഒരു മിനിറ്റ് സർ. സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയുന്നത് മാത്രം ചെയ്യും. ആ പണം എടുത്തുകൊണ്ട് ഇവർ പറയുന്ന അഡ്രസ്സിലേക്ക് പോകാം. ശരി, വരാം. പണം കൊടുത്താ? ആദ്യം അദ്ദേഹത്തെ പറഞ്ഞോടെ. മോനെ, ആ പണം കൊടുത്തേക്ക്. കൊടുത്താ? തരാൻ